ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കറിയാം, ഓണമൊന്നുമില്ല ഇത്തവണയെന്നല്ല 2 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പച്ചടിയാണ്, ഒരു വെറൈറ്റി പച്ചടി. ഇങ്ങനത്തെ പച്ചടി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കണം. ഈ പിക്ചർ കണ്ടപ്പോൾ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, കോവയ്ക്ക നമ്മളിത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കിയെടുത്തിട്ടുള്ള കോവയ്ക്കയാണിത്. ഉപ്പ് പുരട്ടി ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ കോവയ്ക്ക കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എന്നിട്ട് മെഴുക്ക് പുരട്ടിയോ മറ്റോ ഇതുപോലൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിട്ട് പച്ചടി വെക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. അതിലേക്ക് നമ്മൾ ഈ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒന്നിട്ട് കൊടുക്കാം. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഇട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, ഒത്തിരി മൂപ്പിക്കണ്ട. ഇവിടെ നമുക്ക് ഏകദേശം ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആ കോവയ്ക്ക ഒന്ന് വറുത്തെടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ അതിന് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി വെക്കാനായിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ആ കോവയ്ക്ക വറുത്ത പാനിൽ തന്നെ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം കൂടി പോകാതെ സൂക്ഷിക്കണം, കാരണം കോവയ്ക്ക നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കി വെച്ചിരിക്കുന്നത്. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇവിടെ തേങ്ങയും ജീരകവും ആദ്യം ഇടാം. അതിനോടൊപ്പം തന്നെ ഒരു 2 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം തൈര് ഒഴിക്കേണ്ട. അധികം അരഞ്ഞു പോകാതെ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. ഇനി അതിലേക്ക് ആ അരപ്പിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. കടുക് ഒത്തിരി അരഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് കടുക് ആദ്യമേ ചേർക്കാഞ്ഞത്. ഇനി ആ അരപ്പെല്ലാം കൂടി നമ്മുടെ ഇഞ്ചി ഉള്ളിയുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ ഇഞ്ചി ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള നല്ല കട്ട തൈരാണ് പച്ചടിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരും മറ്റേ ഇഞ്ചിയുടെ മിക്സും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. തൈരൊഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ അധികം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. തീ ഓഫ് ആക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നോക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ്. ആ കോവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ തൈരിനകത്ത് കുറേ നേരം കടന്നു കഴിയുമ്പം അത് നന്നായിട്ട് മയപ്പെടും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ആ സമയത്ത് നമുക്ക് പച്ചടിയിലേക്ക് ഒന്ന് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 2-3 വറ്റൽ മുളക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇനി നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് ആ വെളിച്ചെണ്ണയിൽ കറിവേപ്പില മൂപ്പിച്ചെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വേണം. അതോടൊപ്പം തന്നെ ഒരു വെറൈറ്റി പച്ചടിയാണിത്. ഇത് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത്. ആ കോവയ്ക്കായും തൈരും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ആ കോവയ്ക്കായൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പച്ചടി ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് എഴുതിയേക്കുക. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പച്ചടിയല്ല.
നമുക്ക് കൂടുതലായിട്ട് കോവയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞ് ഉപ്പിട്ടൊന്ന് ഉണക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടിയായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കറിയാം ഇത് കോവിഡ് കാലമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട്. നമ്മുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ വർഷം ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം ധാരാളം ആളുകൾ ആരോഗ്യ മേഖലയിലും സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസുകാർ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ വീടുകളിലൊന്ന് പോകാൻ കഴിയാതെ, അതുപോലെ തന്നെ ബന്ധുക്കളെ ഒന്ന് കാണാൻ കഴിയാതെ കൊണ്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർക്കാം. എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്ത വർഷം ഈശ്വരൻ നല്ലൊരു ഓണം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.